ഇവിടെ ഇരിക്കുന്ന ഇത്രയും പേര് വിചാരിച്ചാൽ മതി മുംതാസ് ഉറപ്പായിട്ടും ചെയ്യും. പോരെ? നിങ്ങൾ 10 പേരോട് പറയില്ലേ? 10 പേരോട് അറിയിക്കില്ലേ? ഞാനല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും ദൂരം ഓടി വന്ന് ഒരു ഡിവിഷനിൽ വന്ന് ഇങ്ങനെ ഇരിക്കുന്നത്? അല്ലേ? വളരെ അത്യാവശ്യമാണ്. കോർപ്പറേഷൻ ഭരണം BJP നേടണം. അത് നിങ്ങളുടെ നേട്ടത്തിലേക്കാണ്. വോട്ട് ചെയ്യുവോ? ഒരാൾ പോലും പൊഴിഞ്ഞു പോകരുത് കള്ളന്മാരുടെയും വഞ്ചകന്മാരുടെയും ചിഹ്നത്തിലേക്ക്. ഒരാൾ പോലും വഴിതിൽ പോകരുത് കേട്ടോ. കള്ളന്മാരും വഞ്ചകരുമാണെന്ന് തെളിയിക്കാനൊക്കെ നിങ്ങളുടെ മുമ്പിൽ തന്നെ അതിന് സാക്ഷ്യപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ വരട്ടെ. ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ, കൂടുതൽ സത്യങ്ങൾ. അപ്പൊ നിങ്ങൾ നിശ്ചയിച്ചാൽ മതി. ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് ഭാരതീയ ഇതെല്ലാം കുറെ വഴിയില്ല. കുടിവെള്ളം എന്താ എത്താത്ത? അല്ല, എന്താ എത്താത്ത? ജലനിധി മിഷന്റെ പൈപ്പ് കഴിഞ്ഞ കൊല്ലത്തിൽ ഇവിടെ അദ്ദേഹം തന്നെയാണോ? എന്റെ അടുത്തല്ല, എന്റെ അടുത്ത് സംസാരിക്കാൻ പാടില്ല. നാട്ടുകാരുടെ പറയാം. ഇപ്പൊ എന്റെ അടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ചിട്ട് എനിക്കൊന്നും തിരിച്ച് പറയാനില്ല. അവര് ഉടനെ ഇലക്ഷൻ കോഡ് വയലേറ്റ് ചെയ്തു ഉടനെ ഇറങ്ങാൻ തുടങ്ങും. ഒരു 40 വർഷമായിട്ട് സാറ് നമ്മുടെ ശക്തം 40 വർഷമായിട്ടേ നമ്മുടെ ശക്തം സെക്സിന്റെ അവിടെ നിന്ന് അതേ രീതിയിലുള്ള റോഡില്ലല്ലോ. അത് ചെയ്യാതിക്ക് നമ്മുടെ വന്നു മുട്ടുന്നത് 40 വർഷമായിട്ട് രണ്ട് മാറി മാറി വരുന്ന ഗവൺമെന്റുകളൊന്നും പരിഗണിച്ചിട്ടില്ല. ബൈപ്പാസ് റോഡ് ഏകദേശം ഒരു 25 മീറ്റർ വീതിയുള്ള റോഡാണ്. ആ റോഡ് ട്രാഫിക്കത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ തൃശ്ശൂർ നഗരത്തിന്റെ വലിയൊരു വികസനത്തിന് ഒരുപാട് മറ്റേ യാത്രകളെ നീളം വരും റോഡിന് 1.5 കിലോമീറ്റർ. ശരിക്കും ക്ഷേത്രം ഉണ്ടല്ലോ, സ്ഥലം എടുത്തിട്ടുണ്ട്, സ്ഥലമൊക്കെ പൂർത്തിയാക്കി അക്വയർ ചെയ്തിട്ടില്ല. കോർപ്പറേഷനാണോ അക്വയർ ചെയ്തത്? ഡെവലപ്മെന്റ് അവരായിട്ട് സർവേ എല്ലാം പൂർത്തിയാക്കി. പക്ഷെ ഒരു പ്രവർത്തനം നടത്തുന്നില്ല. ഇവിടെയാണെങ്കിൽ വളരെ കുറച്ച് വരുമാനം കുറഞ്ഞ ആൾക്കാർ മാത്രമല്ല, ഇവർക്കൊരു നല്ലൊരു നാളേക്ക് ഒരു മെച്ചത്തിന് വേണ്ടിയിട്ടാണ് ഈ പ്രധാനപ്പെട്ട കാര്യം ചെയ്യുന്നത്. ഇങ്ങനെയല്ലേ ഡെവലപ്മെന്റ് വരേണ്ടത്? സാധാരണ ഏറ്റവും വരുമാനം കുറഞ്ഞ ആൾക്കാർ ധാരാളമുള്ള ഈ സ്ഥലത്ത് ഇത് മുഖത്തിലെടുക്കുന്ന സ്ഥലമാണിത്. ഈ ഇലക്ഷന് മാത്രം ഒരു നല്ല തീരുമാനം ഉണ്ടായതുകൊണ്ട് അത് സാധ്യമാവില്ല. അടുത്ത ഏപ്രിൽ മെയ് മാസത്തില് ഉറപ്പായിട്ടും ആരാ ബാലേന്ദ്രനാണ്. ഒരു കാരണവശാലും ഈ രണ്ട് പറ്റങ്ങളും ജയിക്കരുത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ്. അത് ഉറപ്പുവരുത്തണം കേട്ടോ. രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കും അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് മത്സരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ മനസ്സിലാക്കലാണ്, പാർട്ടിയുടെ തീരുമാനവും ആയിരിക്കും.
അതിനെക്കുറിച്ചൊന്നും വിദ്യാമന്ത്രി അത്ര ഇളകണ്ട. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അങ്ങനെ വന്നാൽ നിയമസഭയിൽ ശക്തമായ തുടക്കം കുറിക്കപ്പെടും. അതുവഴി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സാധിക്കണം. ഇനി ഭരണം കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് അതുവഴി കിട്ടേണ്ട നന്മ എന്താണോ അത് നേടിയെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം നിങ്ങൾ വോട്ട് ചെയ്യുന്ന മുഹൂർത്തത്തിൽ അമർന്നിട്ടുണ്ട്. അത് ഏപ്രിൽ മെയ് മാസത്തിൽ നടക്കുന്ന ഇലക്ഷനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. പക്ഷെ അതുകൂടെ നിങ്ങൾ ഇപ്പോഴേ മനസ്സിൽ പതിപ്പിച്ചു പോണം. ഇതിന്റെ വ്യക്തമായ ഒരു എഞ്ചിനീയറിംഗ് നിങ്ങളാണ് നടത്തേണ്ടത്. ആരൊക്കെ എവിടെയൊക്കെ വരണം, വരുത്തണം എന്ന് നിങ്ങൾ തീരുമാനിക്കണം. അല്ലാതെ രാഷ്ട്രീയ പാർട്ടിയിലൊന്നും വിശ്വസിച്ചിട്ട് ഇനി ഒരു കാലത്തും ഒരു ഗുണവുമില്ല. വ്യക്തികളെ വിശ്വസിക്കണം. ആ വ്യക്തികളുടെ സംഘം, ആ സംഘത്തിന്റെ ബലം എന്താണ്? കേരളത്തിന്റെ പിന്തുണ ഇല്ലാതെ എത്ര പദ്ധതികൾ ഇവിടെ നടക്കുന്നു? കേരളത്തിന്റെ പിന്തുണ ഇല്ലാതെ എന്തൊക്കെ പദ്ധതികൾ മുടങ്ങിക്കിടക്കുന്നു? ഇതൊക്കെ വിലയിരുത്തണം. നിങ്ങൾ വിലയിരുത്തി നിങ്ങൾ വോട്ടിംഗ് തന്ത്രം ആവിഷ്കരിച്ചാൽ ജനാധിപത്യം ജനങ്ങളുടെ വഴിക്ക് വരും. ഇല്ലെങ്കിൽ ഈ വക സാധനങ്ങളുടെ കൂടെ പോകത്തുള്ളൂ ജനാധിപത്യം. അതല്ലേ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. കൊലപാതകികളെല്ലാം ഭരിക്കാൻ കയറുന്നില്ല. കള്ളന്മാരും സ്വർണവും ചെമ്പും ഒക്കെ ചുരണ്ടിയെടുക്കുന്നവന്മാരെല്ലാം ഇരിക്കില്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്. ആരാ മോശം അതിനകത്ത്? രണ്ട് കക്ഷികളിലും ആരാ മോശം? അപ്പൊ ഇത് നമ്മൾ വോട്ടിങ്ങിൽ, ഞാൻ അടക്കമുള്ള രാഷ്ട്രീയമില്ലാതിരുന്ന ഒരു സമൂഹത്തിന്റെ വോട്ടിംഗ് തന്ത്രം കൃത്യമായി ആവിഷ്കരിക്കാത്തതിന്റെ പുറത്ത് വന്ന അബദ്ധമാണ് നമുക്ക് പറ്റിയത്. പക്ഷെ ആ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഒരു പരിധിക്ക് മേലെ അധമ മാർഗത്തിലൂടെ ഇപ്പൊ അധമം വിതറിക്കൊണ്ട് അങ്ങ് വല്ലാണ്ട് പന പോലെ വളർന്നു പോയി. ആ പനയെ ദൈവം വീഴ്ത്തിക്കോളും എന്ന് നമ്മൾ വിചാരിക്കരുത്. ജനാധിപത്യ വിശ്വാസികൾ തന്നെ വീഴ്ത്തണം. അതാണ് ഈ കാലഘട്ടത്തിന് ആവശ്യം. ബാക്കി ഇലക്ഷൻ എല്ലാം കഴിഞ്ഞ റിസൾട്ട് എല്ലാം വന്നതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഇപ്പൊ ഞാൻ ചർച്ച ചെയ്തൂടെ വാഗ്ദാനങ്ങളും ഒന്നും തന്നില്ല കേട്ടോ. നോക്കട്ടെ എല്ലാ റിസൾട്ടൊക്കെ എങ്ങനെ വരുന്നു നോക്കട്ടെ. കോർപ്പറേഷൻ ഭാരതീയ ജനതാ പാർട്ടി നേടിയാൽ ഉറപ്പു തരുന്നു, ഈ കഴിഞ്ഞ ഒരു 25 വർഷമില്ലാത്ത വളർച്ച, വികസനത്തിന്റെ വളർച്ച, ജനങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്ന അനുഗ്രഹത്തിന്റെ വളർച്ച, ഇതെല്ലാം ക്രമാതീതമായി വർദ്ധിക്കുമെന്ന് അതിനുള്ള ചങ്കൂറ്റം കാണിച്ച പെൺകുട്ടിയല്ലേ, അത് നമ്മൾ മതിക്കണം കേട്ടോ. ഇതാണ് യഥാർത്ഥ മതേതരത്വം. മറ്റതെല്ലാം മതേതറകളാണ്.